ജോലിക്കിടയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെയും മാസങ്ങളോളം ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതാവുകയും ചെയ്തതിനെ തുടർന്ന് സ്പോൺസറിൽ നിന്ന് ഓടിപ്പോയവരാണ് ഇവർ. നീതി തേടി കേസ് കൊടുത്തതിനാലും ഇഖാമയുടെ കാലാവധി കഴിയാത്തതിനാലും ഇവർക്ക് നിദാഖാത്തിന്റെ ഇളവ് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. ജോലിയും നിയമപരമായ രേഖകളുമില്ലാതെ കിടക്കാൻ ഇടം പോലുമില്ലാതെ അലയേണ്ടി വന്ന ഇവരിൽ പലരുടെയും മാനസിക നില പോലും തകരാറിലായി. ദമാമിൽ ഒരു വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ട് വന്നതാ. അപ്പോൾ കഫീലിന് ഒരു ലേഡിയായിരുന്നു. അവരുടെ സഹോദരനുമായിട്ട് പ്രശ്നമായി. വണ്ടി സ്പീഡിൽ ഓടിക്കാത്തതിൻ്റെ പേരിൽ എന്നെ തല്ലി, ചെവിക്ക് ചെറിയ പരിക്കുണ്ടായിരുന്നു. ഇളവ് കാലം കഴിഞ്ഞ് പരിശോധന തുടങ്ങിയതോടെ പലരും ജയിലിലുമായി. കുന്നംകുളം സ്വദേശി ബഷീറിന് തലയിൽ വളർന്നു വരുന്ന മുഴ ചികിത്സിക്കാൻ പോലും കഴിഞ്ഞില്ല. 3 വർഷമായി സൗദിയിലുള്ള ബഷീർ ഹുറൂബിന്റെ ഇരയാണ്. തമിഴ്നാട് സ്വദേശി രാജേഷ് പോൾരാജ് മാനസിക നില തകരാറിലായി 6 മാസത്തോളം തടവറയിൽ കഴിയേണ്ടി വന്നു. തിരുവനന്തപുരം സ്വദേശി റിയാസ്, ചിറൻകീഴ് സ്വദേശി മണികണ്ഠൻ, തൃശൂർ സ്വദേശി മുഹമ്മദ് ജമീൽ എന്നിവരുമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകൻ നാസ്വക്കത്തിന്റെ ഇടപെടലാണ് ഇവർക്ക് തുണയായത്. രോഗബാധിതരായി ജയിലിൽ കഴിഞ്ഞ ഇവരിൽ പലരെയും സ്വന്തം ജാമ്യത്തിൽ പുറത്തിറക്കി രോഗം ഭേദമായതിനു ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് അയക്കുന്നത്. നവോദയ സാംസ്കാരിക വേദിയാണ് ഇവർക്കുള്ള ടിക്കറ്റ് നൽകിയത്. സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.